ഇതിപ്പോൾ പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തുകയാണ്. മന്ത്രി പാതിവില തട്ടിപ്പ് കേസിൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടുകൂടിയുള്ള സമരമാണ്. ബാരിക്കേഡുകൾ തകർക്കാനുള്ള നീക്കം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ്, പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിജെപി യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പാലക്കാട് നിന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വസതിയിലേക്ക് ബിജെപി പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങൾ. ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധം. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണമാണ് ബിജെപി ഉന്നയിക്കുന്നത്. പാതിവില തട്ടിപ്പ് കേസ് പ്രതിയായ അനന്തകൃഷ്ണനെ ഇന്നാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിടാൻ മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവായിരിക്കുന്നത്. 143 കോടിയിലേറെ രൂപ 21 അക്കൗണ്ടുകളിലായി അനന്തുവിന്റെ അക്കൗണ്ടുകളിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങൾ വരുന്നു. കൂടുതൽ പേർക്ക് ഇതുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള അന്വേഷണങ്ങൾ ക്രൈംബ്രാഞ്ചും നടത്തുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. രാഷ്ട്രീയ പരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടി ഇതിനകത്ത് തുടങ്ങിയപ്പോൾ മുതൽ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാലക്കാട് ചിറ്റൂരിലുള്ള ഓഫീസിലേക്ക് തന്നെ ബിജെപി നടത്തുന്ന പ്രതിഷേധം. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് ഈ പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം. ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളും തത്സമയം കാണും. രണ്ടാഴ്ചയ്ക്കുള്ളിൽ 12 തവണ നാട്ടുകാർ പുലിയെ കണ്ട കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. കാരശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തായ്പാറയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലായിരുന്നു യോഗം. കഴിഞ്ഞ ദിവസം ടാപ്പിംഗ് തൊഴിലാളി ഉൾപ്പെടെ രണ്ടാഴ്ചക്കുള്ളിൽ 12ഓളം പേരാണ് പ്രദേശത്ത് പുലിയെ കണ്ടതായി പറയുന്നത്. എന്നിട്ടും വനംവകുപ്പ് പരിശോധന നടത്തുകയോ ക്യാമറ സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ആരോപണം. നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ നടത്തി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനോ പിടികൂടാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് സർവകക്ഷി യോഗം ചേർന്നത്. കാടുപിടിച്ചു കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലെ കാട് വെട്ടിത്തെളിയിക്കാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകും. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കാനും പുലിയെ പിടികൂടാനുള്ള കൂട് സ്ഥാപിക്കാനും സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. അത് നമ്മുടെ പ്രദേശത്ത് ജനവാസ കേന്ദ്രമായ വല്ലത്തായ്പാറ പുലിയെ കണ്ടു എന്ന് പറയുന്ന ആളുകൾ ഭയങ്കര ഭീതിജനമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലായിടത്തും ഈ പുലിയെ തെരഞ്ഞെങ്കിലും കണ്ടു എന്ന് പറയുന്ന പ്രദേശത്തൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു. പക്ഷെ അവർ ക്യാമറ വെച്ചു. നമ്മുടെ നാട്ടുകാരും ബന്ധുമാരടക്കം എല്ലായിടത്തും പുലിയെ തെരഞ്ഞു. പക്ഷെ ഒന്നും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ആ കണ്ടു എന്ന് പറയുന്ന ആളുകൾ പുലിയാണെന്ന് പറയുന്നുമുണ്ട്. പക്ഷെ ആ ഒരു സമയത്തിൽ നമ്മൾ ഈ ആളുകളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടത് ടാപ്പിംഗ് തൊഴിലാളി യോഗത്തിൽ വിശദീകരിച്ചു. ടാപ്പിംഗ് ചെയ്യുന്ന റാട്ടന്റെ അടുത്തെത്തിയപ്പോൾ അവിടെ നല്ലൊരു കിടങ്ങും കുറെ വാഴക്കൂട്ടും ഉണ്ട്. അവിടെ ചെന്ന സമയത്താണ് ഞാനൊരു അനക്കം കേട്ടു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. 4 ഭാഗം ഞാൻ നോക്കുന്ന സമയത്ത് സാധനത്തിനെ കാണുന്നില്ല. വീണ്ടും ഞാൻ അവിടെ നിന്ന് വീണ്ടും ഞാൻ നല്ലപോലെ നോക്കിയ സമയത്ത് ഒരു വാഴന്റെ ഇടയിൽ ഈ സാധനം ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര, വാർഡ് മെമ്പർമാരായ അഷ്റഫ് തച്ചാറമ്പത്ത്, കെ പി ഷാജി, ശിവദാസൻ കെ, ശാന്താദേവി മൂത്തേടത്ത്, ഇ പി അജിത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്.
വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് യോഗം. അസാധാരണ നിബന്ധനകളോടെ കേന്ദ്രം അനുവദിച്ച വായ്പ എങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടാകും. വായ്പയുടെ വിനിയോഗത്തിന് സമയം നീട്ടി ചോദിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്.